നമസ്കാരം. മുംബൈയിൽ ജോലി ചെയ്തിരുന്ന ബീന ബേബി എന്ന ഒരു തൊടുപുഴക്കാരിയായ മലയാളി നേഴ്സ് 2011 തൻ്റെ ജീവൻ അവസാനിപ്പിക്കുന്നു. അതിൻ്റെ കാരണം അവർക്ക് വിദേശത്തേക്ക് പോകാൻ അവസരം കിട്ടുന്നു. പക്ഷേ ആശുപത്രി മുതലാളിമാർ അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ 50,000 രൂപ പ്രതിഫലം ചോദിക്കുന്നു. 7,000 രൂപ മാത്രം ശമ്പളം കിട്ടിയിരുന്ന ബീന അതിൽ നിന്ന് 1 രൂപ പോലും മിച്ചം വെച്ചിരുന്നില്ല. ഈ 50,000 രൂപ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് തൻ്റെ വിദേശ സ്വപ്നം പൊലിഞ്ഞു എന്ന് കണ്ടെത്തിയപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്നെപ്പോലെ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ പോരാടുക എന്നെഴുതി വെച്ച് ജീവൻ ഒടുക്കി. അതായിരുന്നു UNA എന്ന് പറയുന്ന നേഴ്സിംഗ് സംഘടനയുടെ തുടക്കത്തിൻ്റെ കാരണം. അതിന് തുടർച്ചയായി മലപ്പുറം തിരൂരിൽ മുഹമ്മദ് മാസ്റ്ററുടെയും ഹലീമയുടെയും മകനായ ജാസ്മിൻ എന്ന ചെറുപ്പക്കാരൻ തന്നോടൊപ്പം പഠിച്ച കൂട്ടുകാരുടെ ഒരു യോഗം വിളിക്കുന്നു. ഖത്തറിൽ ജോലിക്കിടെ അവധിക്ക് വന്നപ്പോഴാണ് ഈ കാര്യത്തിൽ ഒന്ന് ഇടപെടണം എന്ന് കരുതി അവർ നേഴ്സുമാരുടെ ദുരിതത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു. തൃശൂർ ഫോർട്ട് ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സമരം നടത്തുന്നു. ആ സമരം കാണാനെത്തിയ കൊച്ചി അമൃത ആശുപത്രിയിലെ കുറേ ആളുകളെ സസ്പെൻഡ് ചെയ്യുന്നു. അതിന് തുടർച്ചയായാണ് UNA പിറക്കുന്നതും ഇന്ന് കേരളത്തിലെ നേഴ്സുമാർക്ക് അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാൻ അവസരമൊരുക്കുന്നതും. 50 ബെഡിൽ കൂടുതലുള്ള 1500-ലധികം ആശുപത്രികളുള്ള കേരളത്തിൽ ഇപ്പോഴും UNA 500-ൽ താഴെയുള്ള ആശുപത്രികൾ മാത്രമേ ഉള്ളൂ. UNA ഉള്ളിടത്ത് മാത്രമാണ് നേഴ്സുമാർക്ക് ഇപ്പോൾ 20,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ളത്. UNA ഇല്ലാത്തടത്തെ നേഴ്സുമാരുടെ അവസ്ഥ അതിദയനീയമാണ്. 2012 തുടങ്ങിയ UNA എന്ന് പറയുന്ന സംഘടന 14 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ചരിത്രപരമായ നേട്ടം കുറിക്കുന്നു. പുതിയ നേഴ്സുമാരൊക്കെ UNAക്ക് കീഴിൽ അണിനിരക്കുന്നു. UNAയിൽ അംഗമായി വിദേശത്തേക്ക് പോയ മലയാളി നേഴ്സുമാർ UNAയുടെ പ്രവർത്തന ഫണ്ട് കൊടുക്കുന്നു. അങ്ങനെ UNA ഒരു വൻമരമായി മാറി എന്നതിന് തെളിവായിരുന്നു ഇന്നലെ തൃശ്ശൂരിൽ നടന്നത്. ജാസ്മിൻ ഷാ ഒരു മുസ്ലിം ആയതുകൊണ്ട് ഭൂരിപക്ഷം ആശുപത്രികളും ക്രിസ്ത്യൻ ഉടമസ്ഥാവകാശത്തിൽ ഉള്ളതായതുകൊണ്ട് ജിഹാദിയായ ജാസ്മിൻ ഷാ ആശുപത്രികളെ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെ പൂട്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന തരത്തിൽ വലിയ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അന്തസ്സോടെ ജീവിക്കാൻ അവസരമൊരുക്കിയ തങ്ങളുടെ പ്രിയ നേതാവിനെ ചേർത്ത് പിടിക്കുകയാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളായ നഴ്സിംഗ് സമൂഹം. അവർക്ക് ജാസ്മിൻ ഷായെ പൂർണ്ണ വിശ്വാസമാണ്. ആ വിശ്വാസം ജാസ്മിൻ ഷായും കാത്തു സൂക്ഷിക്കുന്നു. നേഴ്സുമാരുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ആവേശത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും തീ കോരിയിടുന്നത് ഈ ചെറുപ്പക്കാരൻ എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ഇന്നലെ തൃശ്ശൂരിൽ ജാസ്മിൻ ഷാ നേഴ്സുമാരോട് നടത്തിയ ആ പ്രസംഗത്തിലെ കുറച്ചു ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കുന്നു. ദയവായി കേൾക്കുക. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും UNAയുടെ കരുത്തെന്താണെന്ന് കേരളക്കര കാണും എന്നുള്ളതാണ് എനിക്ക് അധികാരികളോട് പറയാനുള്ളത്. 2011 ഈ മണ്ണിൽ നിന്നാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത്. 5 പേർ ചേർന്നാണ് ഈ സംഘടന ആരംഭിക്കുന്നത്. ഈ സംഘടന ഇല്ലായ്മ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച എല്ലാവരോടും ഞങ്ങൾ പറയുന്നു, ഈ ശക്തൻ സ്റ്റാൻഡിൽ റോജി റോയ് നഗറിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം ഈ പ്രസ്ഥാനം താഴോട്ടാണോ മേപ്പോട്ടാണോ പോയിട്ടുള്ളതെന്ന്. 13 ജില്ലകളിൽ എതിരാളികളില്ലാത്ത പ്രസ്ഥാനമായിട്ട് ഈ പ്രസ്ഥാനം മാറിയത് നഴ്സുമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഉജ്ജ്വലമായ പങ്കുവഹിച്ചതുകൊണ്ടാണ്. ചില മാനേജ്മെന്റുകൾ പറയുന്നത് കേട്ടു, ഇന്ന് സമരത്തിന് പോയിട്ട് നാളെ ആശുപത്രിയിൽ കയറാൻ വരാണ്ട എന്ന്. അത്തരം ആശുപത്രി മാനോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നിവിടെ സമരത്തിൽ പങ്കെടുത്തെത്തിയ ഏതെങ്കിലും ഒരു നഴ്സിനെതിരെ നിങ്ങൾ നടപടിയെടുത്താൽ നാളെ കേരളക്കര സ്തംഭിച്ചുകൊണ്ടായും ഞങ്ങൾ മറുപടി നൽകുക. ഞങ്ങൾ സമരം ചെയ്യാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. സമരം ഇന്നും 3-1 ആളുകളെ ഞങ്ങൾ കൊടുത്തത് ഞങ്ങൾക്ക് ഈ സമൂഹത്തോടൊരു പ്രതിബദ്ധതയുള്ളതുകൊണ്ടാണ്. നിങ്ങൾ കണ്ടില്ല, ഡോക്ടർമാർ ഒന്നടങ്കം പണിമുടക്കും. പക്ഷെ നഴ്സുമാർ ഒന്നടങ്കം പണിമുടക്കിയാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കാൾ വലിയതായിരിക്കും കേരളത്തിലുണ്ടാവുക എന്നുള്ളത് ഓർമ്മ വേണം. കോവിഡ് കാലത്തും നിപ്പ വന്നപ്പോഴും പ്രളയകാലത്തുമെല്ലാം ഈ നാടിനെ ചേർത്ത് പിടിച്ചവർ PP കിറ്റിനുള്ളിൽ 12-14 മണിക്കൂർ പണിയെടുത്തവർ, അവർക്ക് എന്താണ് കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഈ നാട്ടിൽ കിട്ടിയത്? 20,000 രൂപ അടിസ്ഥാന വേതനം എന്നാ നമുക്ക് കിട്ടിയത് 2018 ഏപ്രിൽ 23-ന്. എങ്ങനെയാ അത് കിട്ടിയത്? അന്നും നമ്മൾ സമരരംഗത്തേക്ക് ഇറങ്ങി. ഏപ്രിൽ 24, 2018 കേരളത്തിലെ 3 ആശുപത്രികളും സ്തംഭിപ്പിച്ചുകൊണ്ട് അന്ന് സമരം നടക്കുന്ന ചേർത്തല KVM ആശുപത്രിയിൽ മുന്നിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോങ് മാർച്ച് നടത്താൻ തീരുമാനിച്ചപ്പോൾ
ആദ്യമായി കേരളക്കരയിൽ ഒരു ശമ്പള പരിഷ്കരണം അർദ്ധരാത്രി 11:50 നടന്നു. അത് നഴ്സുമാരുടേതാണ്, ആരോഗ്യ പ്രവർത്തകരുടേതാണ്. നാം മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, കരയുന്ന കുഞ്ഞിന് പാലുള്ളൂ എന്ന് പഴമക്കാർ പറയും. പക്ഷെ നാം ഓരോ കാലഘട്ടത്തിലും നമ്മൾ കരുത്ത് കാണിക്കാതെ, നമ്മൾ തെരുവിലിറങ്ങാതെ ഒരാശുപത്രി മാനേജ്മെന്റും 1 രൂപ കൂട്ടിത്തരില്ല. ഇപ്പൊ പല മാനേജ്മെന്റ് പറഞ്ഞു 40,000 കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ സർക്കാർ ഉത്തരവിറക്കണം. സർക്കാരോ ഡിസംബർ 27 പ്രഖ്യാപിച്ചു 1 മാസം കൊണ്ട് ഇറക്കും. വന്നോ? 1 രൂപ പോലും കൂട്ടിയില്ല. പക്ഷെ നിങ്ങൾ കണ്ടോ, ഈ സർക്കാരിന് ഉത്തരവിറക്കാതെ ഒരടി മുന്നോട്ട് പോകാൻ കേരളത്തിലെ നഴ്സിംഗ് സമൂഹം UNM അനുവദിക്കില്ല എന്ന് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടും. ഇവരൊന്നും നഴ്സുമാരുടെ ഒരു മുദ്രാവാക്യം ഏറ്റെടുക്കുന്നില്ല. അതിന് കാരണം എന്താ? നമ്മൾ സംഘടിതരല്ല എന്നുള്ളതാണ്. നമ്മൾ കാണിച്ചു കൊടുക്കണം പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളെ പിന്തുണക്കാത്തവരെ, ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാത്തവർക്ക് ഇത്തവണ ഞങ്ങളുടെ വോട്ട് കിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ വോട്ടും കിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു കൊടുക്കും. പ്രചാരണം നടത്താൻ നല്ല ശക്തിയുള്ളവരാണ് UNM. കണ്ടില്ല നിങ്ങൾ, ഇത്രയും ഭംഗിയായിട്ട് വെറും 10 ദിവസം കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത ഒരു പരിപാടിയാ. അപ്പോ ഇവിടെ 36 ലക്ഷം നഴ്സുമാരുണ്ട് ഇന്ത്യയിൽ. 28 ലക്ഷവും മലയാളികളാണ്. ആ നഴ്സുമാരും അവരുടെ കുടുംബക്കാരും തീരുമാനിച്ചാൽ ഇവിടെ പലതും നടക്കും. ഇവിടെ മതമേലധ്യക്ഷന്മാരുടെ തിണ്ണനിറങ്ങിയിട്ട് ഇവർ പറയുന്ന മാതിരി വോട്ട് കിട്ടുമോ? ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംഗതി എന്താ അറിയുമെങ്കിൽ, നഴ്സുമാരുടെ ശമ്പളം ഉയർത്താതിരിക്കാൻ ഇവരൊരുമിച്ച് നിൽക്കും. നിങ്ങൾ ആശുപത്രിയിൽ പോയി നോക്കണം. ആശുപത്രി മാനേജരോട് 1 രൂപ അങ്ങോട്ട് ചോദിച്ചാൽ മനസ്സിലാവും എന്താണ് അവരുടെ കഷ്ടത കണ്ടാൽ. നമ്മളൊരു പിരിവെടുത്ത് അവർക്ക് വല്ലതും കൊടുക്കാൻ തോന്നും. അമ്മായിരിപ്പിച്ചത്രല്ലാതെ കേരളത്തിൽ ഒരു മാനേജനും പറയില്ല. 2018 ശേഷം കോവിഡും നിപ്പയും ഒക്കെ വന്നു. അതിനുശേഷം എന്താ ആരോഗ്യ മേഖല ഉണ്ടായത്? ചികിത്സാ ഫീസുകളെല്ലാം കുത്തനെ കൂടി. 2018 ചികിത്സാ ഫീസിന്റെ 300% വർധനയാണ് 2026. എല്ലാ ആശുപത്രികളിലും വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ ഏറ്റെടുത്തു. ഇപ്പൊ ഇന്ന് സമരത്തിന് വരുമ്പോൾ ചില ആശുപത്രികൾ പറയണ്ടല്ലോ, ഞങ്ങൾ നിങ്ങൾക്ക് ഉച്ചഭക്ഷണം തരാം. നമുക്ക് വേണം ഇവരുടെ ഉച്ചഭക്ഷണത്തിന് പിച്ചക്കാശ്. നമുക്ക് വേണ്ടത് ഉച്ചഭക്ഷണമല്ല, മാന്യമായി കുടുംബത്തെ നോക്കാനുള്ള 40,000 രൂപ അടിസ്ഥാന ശമ്പളം എന്നുള്ള വേതനമാണ് എന്നുള്ളത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ 40,000 രൂപ കിട്ടിയേ പറ്റൂ. ഇവിടെ ഹൈക്കോടതി പറഞ്ഞാലും സുപ്രീം കോടതി പറഞ്ഞാലും സർക്കാരുകൾ പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു മാനേജ്മെന്റുകൾ ഉണ്ടെങ്കിൽ അവർ അനുസരിക്കും. ആര് പറഞ്ഞാൽ? UNA എന്നുള്ള സംഘടന പറഞ്ഞാൽ അവർ അനുസരിക്കും. അനുസരിപ്പിച്ച ചരിത്രം 2023 ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സമരം വെറുതെ അങ്ങ് അവസാനിക്കുമെന്ന് ആരും കരുതുന്ന പല ആശുപത്രി പറയുന്നു നിങ്ങൾക്ക് ഒരു ഇടക്കാല വർഷം തരാം. ഇടക്കാലം കിട്ടിയിട്ട് എന്താ കാര്യം? 23 ഒരു ഇടക്കാലം കിട്ടി. 3 വർഷമാണ് ഒരു വിമർശന കാലാവധി, പരമാവധി 5 വർഷം. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2011 നവംബർ 16 UNA ഉണ്ടായപ്പോൾ 2009 മിനിമം നടപ്പിലാക്കാനാണ് നമ്മൾ സമരം നടത്തിയത്. അന്നത്തെ മഹാഭൂരിപക്ഷം നഴ്സുമാർക്കും ഇന്ന് പരിപാടിക്ക് മുന്നേ നിങ്ങൾ കണ്ട വീഡിയോ പ്രകാരം 1 രൂപ പോലും ശമ്പളമില്ല. 1000 രൂപ, 2000 രൂപ, 3000 രൂപ. പക്ഷെ ഇന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാമോ, UNA യൂണിറ്റുള്ള എല്ലായിടത്തും 20,000 രൂപ ഞങ്ങൾ വാങ്ങിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ പോരാട്ടം കൊണ്ടാണ് സുഹൃത്തുക്കളെ. പോരാട്ടമല്ലാതെ നീതി ലഭിക്കാൻ മറ്റെന്താണ് പോംവഴി? സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ നാം തീയായി മാറണം. നാം പോരാട്ട രംഗത്തേക്ക് ഇറങ്ങണം, മുഷ്ടി ചുരുട്ടണം, പോരാട്ടങ്ങൾ നടത്തണം. ഇനി ഈ പരിപാടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ SIയെ കാണാൻ പോയപ്പോൾ നമ്മുടെ നേതാക്കന്മാരോട് പറഞ്ഞല്ലോ, ഇവിടുത്തെ SI ബിബിൻ ജാസ്മിൻ ഷാ വേദിയിൽ വന്നാൽ അവനെ ഞാൻ തൂക്കിയെടുത്ത് കൊണ്ടുവന്ന്, ചങ്കൂറ്റമുണ്ടെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകും മിസ്റ്റർ ബിബിൻ SI. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടാകും. ആശുപത്രിയിൽ പണിയെടുക്കുന്നതിനേക്കാൾ സുഖമാണ് ജയിലിൽ. നല്ല ഭക്ഷണം മക്കളെ, നല്ല ഭക്ഷണം. രാവിലെ 6 മണിക്ക് ചായ വരും, 7 മണിക്ക് ചായയും കടിയും വരും, 10 മണിയാകുമ്പോൾ വീണ്ടും വരും ചായയും ഒരു കടിയും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം, അത് കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും ചായ, രാത്രി 7 മണിയാകുമ്പോൾ ഭക്ഷണം, സുഖമായ ഉറക്കം.
നഴ്സുമാർക്ക് പറ്റുമോ? ആശുപത്രിയിൽ പണിയെടുക്കുന്ന ഏതെങ്കിലും നഴ്സുമാർക്ക് ഇത്ര കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അപ്പോ ആശുപത്രിയിൽ പണിയെടുക്കുന്നതിനൊക്കെ നല്ല ജയിലിൽ പോയി കിടക്കണത്. അപ്പോ ഞാൻ പറയുന്ന അത്തരം ഉമ്മാക്കികളൊന്നും കാട്ടി ഞങ്ങളെ ഭയപ്പെടുത്താൻ നിൽക്കണ്ട. കേരളത്തിലെ എല്ലാ അന്വേഷണ സംഘങ്ങളും ഞങ്ങളുടെ വക്കീൽ കഴിഞ്ഞ തവണ കോടതിയിൽ പറഞ്ഞ പോലെ ഈ സംഘടനക്കെതിരെ ഇനി അന്വേഷിക്കാൻ ബാക്കി റോ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ അന്വേഷണങ്ങളും ഈ സംഘടനക്കെതിരെ നടന്നു. കേരള നഴ്സിംഗ് കൗൺസിൽ ഇലക്ഷൻ നമ്മൾ കണ്ടതല്ലേ? 80,000-ലധികം വോട്ടുകൾ UNA സ്ഥാനാർത്ഥികൾക്ക് കിട്ടി. കേവലം 5,000 പേര് പോലും ഇല്ലാത്ത സംഘടനയുടെ ആളുകൾ 30,000 വോട്ട് നേടിയത്രേ. 2 ദിവസം നമ്മുടെ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു. തിരുവനന്തപുരത്തോട്ട് NGO യൂണിയന്റെ ആളുകൾ. നമ്മുടെ ആരെങ്കിലും ഒന്ന് ഒളിച്ചോടി അല്ല ഓടിപ്പോയോ? അന്ന് മറ്റൊരു പാലായ കോൺഗ്രസിന്റെ KGN എന്ന സംഘടന ആൾക്കാർ പറഞ്ഞു ഓടിക്കോ, ഇനിയും തല്ലും. ഞങ്ങൾ പറഞ്ഞു തല്ല് കിട്ടിയാലും നീതി കിട്ടും വരെ ഈ തിരുവനന്തപുരത്ത് നിന്നേ ഞങ്ങൾ പോകുള്ളൂ. കഴിയാവുന്ന രീതിയിൽ തിരിച്ചടി ഞങ്ങളും കൊടുത്തു. ഇങ്ങോട്ട് അടിച്ചാൽ നോക്കി നിൽക്കാനൊന്നും നമ്മുടെ കുട്ടികൾക്കറിയില്ല. പക്ഷെ ഇന്നും കോടതിയിലാണ് കേസ്. ഗുണ്ടായിസ് നടത്തി കൗൺസിൽ നടക്കുമ്പോൾ ഇന്ന് കൗൺസിലിന്റെ സ്ഥിതി എന്താ? കഴിഞ്ഞ 4-5 മാസങ്ങളായിട്ട് ആർക്കും ഗുഡ് സ്റ്റാൻഡിംഗ് ഇല്ല, ആർക്കും റിന്യൂവൽ കിട്ടുന്നില്ല. അങ്ങനെ കെടുകാര്യസ്ഥയുടെ അങ്ങേയറ്റം. ഇന്നലെ അവരൊരു നോട്ടീസ് അയച്ചു നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്. എന്താണ്? നഴ്സിംഗ് കൗൺസിൽ കുറേ ബിൽഡിംഗ് പണിയാണ്, അതിൽ പങ്കെടുക്കുന്ന വ്യക്തി ഷോബി ജോസഫ് അതിന്റെ പ്രസിഡന്റാണ് അയച്ചിരിക്കുന്നത്. എന്താ അതിന്റെ പ്രസിഡന്റ് അയച്ചാൽ പേര് വെച്ചാൽ പോകാനുള്ള സംഘടനയാണ് UNA. അവിടെ ആ ബിൽഡിംഗ് പടുത്തുയർത്തുന്നുണ്ടെങ്കിൽ അവിടെ ഭരണകേന്ദ്രത്തിൽ UNA അംഗങ്ങൾ എത്തിയിരിക്കുമെന്നുള്ള ഉറപ്പ് ഈ സമ്മേളനത്തിൽ ഞങ്ങൾ നൽകുകയാണ്. ഒരു തരത്തിലും പിന്നോട്ട് വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ന് വൈകുന്നേരം നാം പ്രഖ്യാപിക്കും. ഇന്ന് സർക്കാരിന്റെ പ്രഖ്യാപനം വന്നില്ല എങ്കിൽ അടുത്ത സമരമുറ എന്താണെന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നാം ഒത്തുകൂടിയിട്ടുള്ളത് ഒരു വലിയ സമരത്തിനാണ്, വലിയ മുന്നേറ്റത്തിനാണ്. കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഉജ്ജ്വലമായ പോരാട്ടത്തിന് നിങ്ങളെല്ലാം തയ്യാറാവുക. നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ്.